ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 10th ലെവൽ പ്രിലിംസ് എക്സാം വരികയാണ്. ഈ ഡിസംബർ 28 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച 0553/2022 ആ കാറ്റഗറിയിലാണ് ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തത്, ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? അത്ലറ്റിക്സിലാണ് നീരജ് ചോപ്രയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, നീരജ് ചോപ്ര. ഓപ്ഷൻ സി ആണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്ന് 2019. ഓപ്ഷൻ ബി ആണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? 2021 പി വത്സലാണ് കേട്ടോ. 2024 NS മാധവനാണ്. നാലാമത്തെ ചോദ്യം, കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 15ാമത്തെ നിയമസഭ കേട്ടോ. 15ാമത്തെ നിയമസഭയാണ്. അഞ്ചാമത്തെ ചോദ്യം, 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? EOS 07 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. EOS 07. ആറാമത്തെ ചോദ്യം, 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? കസ്തൂരി രംഗൻ കേട്ടോ. കസ്തൂരി രംഗനാണ്. ഏഴാമത്തെ ചോദ്യം, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? താലോലമാണ്. ഓപ്ഷൻ ഡി താലോലം. ചോദ്യം ഓർത്തിരിക്കുക, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം. എട്ടാമത്തെ ചോദ്യം, 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയതാര്? 2021 JC ഡാനിയൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്നുള്ളതാണ്. ആൻസർ ഇല്ലാത്തതുകൊണ്ട് അത് ക്യാൻസലാക്കിയ ചോദ്യമാണ് കേട്ടോ. എട്ടാമത്തെ ചോദ്യം ക്യാൻസലാക്കിയ ചോദ്യമാണ്. ഒൻപതാമത്തെ ചോദ്യം, കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരമാണ്. ഓപ്ഷൻ എ തിരുവനന്തപുരം. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. പത്താമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗ്രാമപഞ്ചായത്ത് ഏത്? നൂൽപ്പുഴയാണ് കേട്ടോ. ഓപ്ഷൻ ബി നൂൽപ്പുഴ. ഇനി 11ാമത്തെ ചോദ്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലമാണ്. ഓപ്ഷൻ ബി ഉത്തര മഹാസമതലം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലമാണ്. 12ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദിയെ കണ്ടെത്തുക. ഏതാണ്? ലൂണിയാണ്. ഓപ്ഷൻ സി ലൂണിയാണ്. താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ലൂണിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ലൂണി. 13ാമത്തെ ചോദ്യം, റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. കറുത്ത മണ്ണ് പരുത്തിയാണ് അല്ലേ? 13ാമത്തെ ആൻസർ പരുത്തിയാണ്. ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? മൗസിൻഡ്രം എവിടെയാണ്? മേഘാലയ. ഓപ്ഷൻ എ മേഘാലയാണ് മൗസിൻഡ്രം. ഇനി 15ാമത്തെ ചോദ്യം നോക്കാം. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണിക്കരനാണ്. 16ാമത്തത് മണിക്കരനാണ് ആൻസർ. 17ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. 18ാമത്തെ ചോദ്യം നോക്കാം. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? സോജില കേട്ടോ. ഓപ്ഷൻ സി സോജില. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സോജില. 19ാമത്തെ ചോദ്യം, ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമേത്? ഖാരിഫ്. ഓപ്ഷൻ എ ഖാരിഫ്. ഇനി 20ാമത്തെ ചോദ്യം, ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? NW2. ഓപ്ഷൻ ബി NW2 ആണ് കേട്ടോ. സാദിയ ടു ദുബ്രി NW2. ഇനി 21ാമത്തെ ചോദ്യം നോക്കാം. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന
ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? 1946 ഡിസംബർ 9 ആദ്യ സമ്മേളനം. ഡിസംബർ 9 ആദ്യ സമ്മേളനം. 21 ഓപ്ഷൻ സി ആണ് ആൻസർ. 22ാമത്തെ ചോദ്യം നോക്കാം. വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. ഇതിൽ പ്രസ്താവന 1, 2, 3 ഇതാണ് ശരിയായതാണ്. 1, 2, 3 പ്രസ്താവന 1, 2, 3 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 4ാമത് തെറ്റാണ് കേട്ടോ. 4ാമത് തെറ്റാണ്. അപ്പോൾ 1, 2, 3 ശരി. ഇത് ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ. 23ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരിയാണ്. ഓപ്ഷൻ ഡി മലാല യൂസഫ്സായ്. മലാല കേട്ടോ. മലാല യൂസഫ്സായ്. 24ാമത്തെ ചോദ്യം. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. 25ാമത്തെ ചോദ്യം. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? 42ാം ഭേദഗതി. മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതിയിലൂടെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി 26ാമത്തെ ചോദ്യം. ഇത് ക്യാൻസലാക്കിയ ചോദ്യമാണ് കേട്ടോ. 26 ക്യാൻസലാക്കിയ ചോദ്യം കൂടിയാണ് കേട്ടോ. 26. 27ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത്? ആനന്ദമഠം കേട്ടോ. ആനന്ദമഠം. ഓപ്ഷൻ ബി ആണ് ആൻസർ. 28ാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? അയിത്ത നിർമാർജനമാണ്. ഓപ്ഷൻ ബി അയിത്ത നിർമാർജനം. 29ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആര്? ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 30ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? 2005. ഓപ്ഷൻ സി 2005. 31ാമത്തെ ചോദ്യം. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ കേട്ടോ. ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. 33ാമത്തെ ചോദ്യം. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്? അയ്യൻകാളി. 33ാമത്തെ ചോദ്യം. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിച്ച സ്ഥലം ഏത്? തൃശ്ശൂരാണ്. ഓപ്ഷൻ എ തൃശ്ശൂര. 34ാമത്തെ ചോദ്യം. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം? അരുവിപ്പുറമാണ്. ഓപ്ഷൻ എ അരുവിപ്പുറം. 35ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിനുണ്ടായിരുന്ന മേഖലയാണ് ഏത്? മലബാറാണ്. മൈസൂർ സുൽത്താനെ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയ മലബാർ കേട്ടോ. അവർ നേടിയതാണ് മലബാർ. 36ാമത്തെ ചോദ്യം നോക്കാം. മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം എവിടെയാണ്? നമുക്കറിയാം പയ്യന്നൂർ ഉളിയത്ത് കടവ്. 37ാമത്തെ ചോദ്യം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. 38ാമത്തെ ചോദ്യം നോക്കാം. മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു മേൽമുണ്ട് സമരം. ഏതാണ്? ചന്നാർ ലഹള. ഓപ്ഷൻ സി ചാന്നാർ ലഹളയാണ്. 39ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റായിരുന്നു ആര്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് കൊടുത്തിട്ടില്ല, ആൻസർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ക്യാൻസലായ ചോദ്യമാണ് കേട്ടോ. 40ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആര്? രാമനമ്പിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി രാമൻ നമ്പിയാണ്.
41ാമത്തെ ചോദ്യം, കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. ഓപ്ഷൻ ഡി 941. 42ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി പദ്ധതിയാണ്. ഓപ്ഷൻ സി ഇടുക്കി പദ്ധതിയാണ്. 43ാമത്തെ ചോദ്യം, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി കബനിയാണ് കേട്ടോ. കബനിയാണ് ആൻസർ. 44ാമത്തെ ചോദ്യം, കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ചിന്നാർ കേട്ടോ. ചിന്നാറാണ് കേട്ടോ. ചിന്നാർ വന്യജീവി സങ്കേതമാണ്. പക്ഷി സങ്കേതമല്ല, വന്യജീവി സങ്കേതമാണ് കേട്ടോ. 45ാമത്തെ ചോദ്യം, ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത് കേട്ടോ. ആനമലയിലെ നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. 46ാമത്തെ ചോദ്യം നോക്കാം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ്? അഞ്ജു ബോബി ജോർജ് കേട്ടോ. അഞ്ജു ബോബി ജോർജ്. 47ാമത്തെ ചോദ്യം, കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? നീണ്ടകര കൊല്ലം ജില്ലയിലാണ്. ഓപ്ഷൻ ബി കൊല്ലം ജില്ലയിലാണ് നീണ്ടകര. 48ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്ക്. ഓപ്ഷൻ സി ഇരവികുളം. 49ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ശാസ്താംകോട്ടക്കായൽ. ഓപ്ഷൻ ബി ശാസ്താംകോട്ടക്കായൽ. 50ാമത്തെ ചോദ്യം, കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന്? 1956 നവംബർ 1. 1956 നവംബർ 1 ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാധര തിലക്. 52ാമത്തെ ചോദ്യം, 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? അഹമ്മദാബാദ് മിൽസമരം കേട്ടോ. ഓപ്ഷൻ എ അഹമ്മദാബാദ് മിൽസമരത്തിലാണ്. 53ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആര്? റാഷ് ബിഹാരി ബോസ് കേട്ടോ. ഓപ്ഷൻ സി റാഷ് ബിഹാരി ബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ഓപ്ഷൻ എ തന്നെ കൊടുത്തേക്കുന്നത് തെറ്റിക്കാനാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാ? റാഷ് ബിഹാരി ബോസ് ആണ്. 54ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. തേഭാഗ സമരം നടന്നത് എവിടെയാണ്? തേഭാഗ സമരം ബംഗാളിലാണ്. ഓപ്ഷൻ ഡി ബംഗാൾ. 55ാമത്തെ ചോദ്യം, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം സമ്പാദ് കൗമുദി കേട്ടോ. സമ്പാദ് കൗമുദിയാണ്. 56ാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. 57ാമത്തെ ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് ആര്? വി പി മേനോൻ കേട്ടോ. വി പി മേനോൻ. ഓപ്ഷൻ ഡി വി പി മേനോൻ. 58ാമത്തെ ചോദ്യം, ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര്? അത് സ്ഥിര അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു കേട്ടോ. ഓപ്ഷൻ ഡി രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. താൽക്കാലിക അധ്യക്ഷൻ നമുക്കറിയാം സച്ചിദാനന്ദ സിൻഹയായിരുന്നു. 59ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്ര എന്നാണ് കറക്റ്റ് ആൻസർ. ഇതിപ്പോൾ ആന്ധ്രാപ്രദേശ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. 60ാമത്തെ ചോദ്യം, പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി കേട്ടോ. ഓപ്ഷൻ ബി ബങ്കിം ചന്ദ്ര ചാറ്റർജി. 61ാമത്തെ ചോദ്യം നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഓപ്ഷൻ ബി കരൾ. ഓപ്ഷൻ ബി കരളാണ് കേട്ടോ. 62ാമത്തെ ചോദ്യം, രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ടെറ്റനി. ഓപ്ഷൻ സി ടെറ്റനി. 63ാമത്തെ ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. ഓപ്ഷൻ എ ആണ് വിറ്റാമിൻ കെ. 64ാമത്തെ ചോദ്യം, പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം എംഫിസീമ. ഓപ്ഷൻ ബി എംഫിസീമ. 65ാമത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏത്? മൃതസഞ്ജീവനി. ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. 66ാമത്തെ ചോദ്യം, തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏത്? അക്ഷയ കേട്ടോ. അക്ഷയ. ഓപ്ഷൻ സി അക്ഷയ. 67ാമത്തെ ചോദ്യം,
കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. ഓപ്ഷൻ ബി കാസർഗോഡ്. 68ാമത്തെ ചോദ്യം, ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? സസ്യഭുക്ക്. ഓപ്ഷൻ സി സസ്യഭുക്ക്. 69ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്ന്? മെയ് 22 കേട്ടോ. ഓപ്ഷൻ ഡി മെയ് 22. 70ാമത്തെ ചോദ്യം, വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏത്? അപ്പിക്കോ പ്രസ്ഥാനം കേട്ടോ. അപ്പിക്കോ പ്രസ്ഥാനമാണ് കേട്ടോ. കർണാടകയിലാണ് അപ്പിക്കോ പ്രസ്ഥാനം. 1983. 71ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? ഏതാണ്? ഹീലിയം കേട്ടോ. ഹീലിയമാണ് ഏകാറ്റോമികം. 72ാമത്തെ ചോദ്യം, ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാം? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. 73ാമത്തെ ചോദ്യം നോക്കാം. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? നൈട്രജൻ. സിമ്പിൾ, നൈട്രജൻ ആണ്. 74ാമത്തെ ചോദ്യം, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏത്? ഹൈഡ്രജൻ. ഏതാണ്? ഹൈഡ്രജൻ. 75ാമത്തെ ചോദ്യം, പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്ത്? പാസ്ചറൈസേഷൻ കേട്ടോ. ഓപ്ഷൻ ബി പാസ്ചറൈസേഷൻ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് എത്ര? 30 ഡിഗ്രിയാണ് കേട്ടോ. ഓപ്ഷൻ ബി 30 ഡിഗ്രി. 77ാമത്തെ ചോദ്യം, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണ്? യുറാനസ്. ഓപ്ഷൻ സി യുറാനസ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏത്? ഈ കൊടുത്തിരിക്കുന്നതിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് LPG ആണ് കേട്ടോ. ഓപ്ഷൻ ഡി LPG. 79ാമത്തെ ചോദ്യം, തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് എന്താണ്? തെർമോമീറ്റർ ഊഷ്മാവാണ് കേട്ടോ. ഓപ്ഷൻ ബി ഊഷ്മാവ്. 80ാമത്തെ ചോദ്യം, ദോലനത്തിനുള്ള ഉദാഹരണം ഏത്? ഊഞ്ഞാലിൻ്റെ ചലനമാണ്. ഓപ്ഷൻ എ ഊഞ്ഞാലിൻ്റെ ചലനമാണ് ദോലനത്തിനുള്ള ഉദാഹരണം. ഊഞ്ഞാലിൻ്റെ ചലനം.